ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസറുടെ സിലബസിലെയും അതുപോലെ തന്നെ VFIയുടെ സിലബസിലെയും കുറച്ച് ഹോട്ട് ടോപ്പിക്സുകളാണ് കേട്ടോ. കൂടുതൽ പറയുന്നില്ല, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഇപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ 91 നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക നയം എന്ന് പറയുന്നത് കേട്ടോ. അതാണ് കേട്ടോ ആദ്യത്തെ ടോപ്പിക്കായിട്ട് എടുത്തിട്ടുള്ളത്. ഒരു ക്വസ്റ്റ്യനിലൂടെ തന്നെ തുടങ്ങാം. 1991 നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ 2 നയങ്ങളായിട്ടാണ് സമ്പദ് വ്യവസ്ഥയിൽ നടപ്പിലാക്കിയത്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ നയങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഘടനാപരമായ പരിഷ്കരണ നടപടികൾ, സ്ഥിരത കൈവരിക്കാനുള്ള നടപടികൾ, തൊഴിൽപരമായ പരിഷ്കരണ നടപടികൾ, ആസൂത്രണ നടപടികൾ. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കിയേ. ഓപ്ഷൻ സി ആണ് ആൻസർ. 1ഉം 2ഉം മാത്രമാണ് കേട്ടോ അതിൽ ശരിയായിട്ടുള്ള നയങ്ങൾ എന്ന് പറയുന്നത്. ഘടനാപരമായ പരിഷ്കരണ പരിപാടികൾ, സ്ഥിരത കൈവരിക്കാനുള്ള നടപടികൾ എന്നിവയാണ് നമ്മുടെ 91 നവസാമ്പത്തിക പരിഷ്കാരങ്ങളിൽ കൈക്കൊണ്ടിട്ടുള്ള നയങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഏതൊക്കെയാണ്? ഘടനാപരമായ പരിഷ്കരണ നടപടികളും സ്ഥിരത കൈവരിക്കാനുള്ള നടപടികളും. എന്തൊക്കെയായിരുന്നു ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിക്കാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്? ഗൾഫ് യുദ്ധം, അതുപോലെ തന്നെ പേയ്മെൻറ്റുകളുടെ നെഗറ്റീവ് ബാലൻസ്, അതുപോലെ തന്നെ ധനക്കമ്മിയിലുള്ള വർധനവ്. ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് കേട്ടോ ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിക്കുന്ന സമയത്ത് ആരായിരുന്നു ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്? മൻമോഹൻ സിംഗ് ആയിരുന്നു അല്ലേ. ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു ആ സമയത്തെ ധനകാര്യ മന്ത്രി എന്ന് പറയുന്നത്. പ്രധാനമന്ത്രി ആരായിരുന്നു? പി നരസിംഹറാവു ആയിരുന്നു അല്ലേ. പി നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലത്താണ്, കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി മൻമോഹൻ സിംഗ് ആയിരിക്കുന്ന സമയത്താണ് ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിക്കുന്നത് 1991. മറന്നു പോകരുതേ. നമുക്ക് SCERT നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. SCERT ഫാക്ടർ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. നമുക്കത് നോക്കാം. 1991 സാമ്പത്തിക പരിഷ്കരണത്തിലേക്ക് ഇന്ത്യ നയിച്ച സാഹചര്യങ്ങളിൽ പ്രധാനപ്പെട്ടവ ചുവടെ നൽകിയിരിക്കുന്നു. ഉയർന്ന ധനക്കമ്മിയും വിദേശ നാണ്യ കരുതൽ ശേഖരത്തിലും ഉണ്ടായ കുറവും സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഉയർന്ന ധനക്കമ്മിയും വിദേശ നാണ്യ കരുതൽ ശേഖരത്തിലും ഉണ്ടായിരുന്ന കുറവും സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധി, പൊതുമേഖലയുടെ കാര്യക്ഷമതാ കുറവ്, ലോക കമ്പോളത്തിൽ വന്ന മാറ്റം, സ്വതന്ത്ര വിപണിക്ക് അനുകൂലമായ വാദഗതികൾ, 1990 ഗൾഫ് യുദ്ധം സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധി, അതുപോലെ തന്നെ വ്യവസായവൽക്കരണത്തിലൂടെയും ഉദാരവൽക്കരണത്തിലൂടെയും പൂർവേഷ്യൻ രാജ്യങ്ങൾക്കുണ്ടായ സാമ്പത്തിക വളർച്ച, ലോകബാങ്കിന്റെയും IMFന്റെയും നിബന്ധനകൾ. ഇത്രയും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. നമ്മൾ ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിക്കാനുണ്ടായിട്ടുള്ള പ്രധാന കാരണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നിർബന്ധമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ VFIയുടെ ഡേറ്റ് ഔട്ടായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പ്രൊഫൈൽ ചെക്ക് ചെയ്യട്ടെ. കൺഫർമേഷനൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. സെപ്റ്റംബർ മാസം 19 എക്സാം വരുന്നത്. നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇപ്പോൾ എല്ലാവരും 10th പ്രിലിംസിൻ്റെ ചൂടിലാവും അല്ലേ. എന്തൊക്കെയായിരുന്നു ഈ പരിഷ്കരണങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഉദാരവൽക്കരിക്കുകയും ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് തുറന്നു കൊടുക്കുകയും ചെയ്യുക. സ്വകാര്യ മേഖലയ്ക്കുള്ള നിയന്ത്രണങ്ങൾ മാറ്റുക. വിവിധ മേഖലകളിലെ ഗവൺമെൻറ് നിയന്ത്രണങ്ങൾ കുറയ്ക്കുക. വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുക മുതലായവയായിരുന്നു നമ്മുടെ ഈ സാമ്പത്തിക പരിഷ്കരണങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ഇത് വായിക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ. ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഇത്രയുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ സവിശേഷതകളെ പൊതുവെ എങ്ങനെ വിളിക്കുന്നു? LPG എന്താണ്? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഇനി നമുക്കിത് എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് നോക്കിയിട്ട് വരാം. എന്താണ് ഉദാരവൽക്കരണം എന്ന് പറയുന്നത്? സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെയും വികസനത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ മേഖലകളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തി രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ സ്വതന്ത്രമാക്കുന്ന നയപരമായ മാറ്റമാണ് ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. എന്താണ്? നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയും വികസനത്തിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പല മേഖലകളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങളിൽ കുറച്ചൊക്കെ അയവ് വരുത്തി രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ സ്വതന്ത്രമാക്കുന്ന നയപര മാറ്റത്തെ എന്തു പറയുന്നു? ഉദാരവൽക്കരണം എന്ന് പറയുന്നു. ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായി പ്രധാനമായും നടത്തിയ പരിഷ്കരണങ്ങളാണ് ഇവ. വ്യവസായ മേഖലയിലെ പരിഷ്കാരങ്ങൾ, ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങൾ, നികുതി പരിഷ്കാരങ്ങൾ, വിദേശ വിനിമയ പരിഷ്കാരങ്ങൾ, അതേപോലെ തന്നെ വിദേശ വ്യാപാര മേഖലയിലെ പരിഷ്കാരങ്ങൾ. ഇത് നമ്മൾ ഉദാരവൽക്കരണമായിട്ട് പഠിക്കണം കേട്ടോ. ഏതൊക്കെ പരിഷ്കാരങ്ങളാണ് നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് പഠിക്കണം. ഡീപ്പായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനി നോക്കാം സ്വകാര്യവൽക്കരണം.
പൊതുമേഖലയുടെ പങ്ക് കുറച്ചു കൊണ്ടുവന്ന് സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നതിനെയാണ് സ്വകാര്യവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. നമ്മുടെ പൊതുമേഖലയുടെ പങ്കുകൾ കുറച്ചു കൊണ്ടുവന്നിട്ട് സ്വകാര്യ മേഖലയ്ക്ക് എന്താണ് കൂടുതൽ അവസരങ്ങൾ നൽകുന്നതിനെയാണ് സ്വകാര്യവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഈ സ്വകാര്യ നടപടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിക്ഷേപം പിൻവലിക്കൽ അഥവാ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. ഓഹരി വിൽപ്പനയിലൂടെയാണ് നിക്ഷേപം പിൻവലിക്കൽ നടപ്പാക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനത്തിൽ ഗവൺമെന്റിൻ്റെതായ നിക്ഷേപം മൂലധനം സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നതാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് നിക്ഷേപം പിൻവലിക്കൽ? പൊതുമേഖലീയ സ്ഥാപനത്തിൽ ഗവൺമെന്റിൻ്റെതായിട്ടുള്ള നിക്ഷേപങ്ങളും മൂലധനങ്ങളും സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നിക്ഷേപം പിൻവലിക്കൽ അഥവാ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും 4 രീതിയിലാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് മൊത്ത വിൽപ്പന, ഓഹരി വിൽപ്പന, മൂലധന വിൽപ്പന, തന്ത്രപര വിൽപ്പന. എന്താണ് മൊത്ത വിൽപ്പന എന്ന് പറയുന്നത്? ഏതെങ്കിലും പൊതുമേഖല ഒന്നാകെ വിൽക്കുന്നതിനെയാണ് മൊത്ത വിൽപ്പന എന്ന് പറയുന്നത്. ഓഹരി വിൽപ്പനയാണെങ്കിൽ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഓഹരി മൂലധനത്തിന്റെ ഒരു ഭാഗം വിൽക്കുന്നു. ഓഹരി മൂലധനത്തിന്റെ ഒരു ഭാഗം വിൽക്കുന്നതാണ് ഓഹരി വിൽപ്പന. ഗവൺമെന്റിന്റെ ഇടപെടൽ ആവശ്യമില്ലാത്ത മേഖലയിൽ ഗവൺമെന്റിന്റെ മൂലധനം വിൽക്കുന്നതിനെയാണ് മൂലധന വിൽപ്പന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓഹരി മൂലധനത്തിന്റെ ഒരു ഭാഗം തിരഞ്ഞെടുക്കപ്പെട്ട പങ്കാളിക്ക് വിൽക്കുന്നതിന് എന്ത് പറയുന്നു? തന്ത്രപര വിൽപ്പന എന്ന് പറയുന്നു. അങ്ങനെ 4 രീതിയിലാണ് നമ്മുടെ നിക്ഷേപം പിൻവലിക്കൽ നടപ്പിലാക്കുന്നത്. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലൊക്കെ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. ഇനി നമുക്ക് ആഗോളവൽക്കരണം എന്താണെന്ന് നോക്കാം. ആഗോളവൽക്കരണം തന്നെ പറയുമ്പോൾ തന്നെ നമുക്ക് ഗ്ലോബൽ ആയിട്ടുള്ളത് അല്ലേ? രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ് വ്യവസ്ഥയുമായിട്ട് കൂട്ടിയോജിപ്പിക്കുക, സമന്വയിപ്പിക്കലാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. ഇതിലൂടെ ഇറക്കുമതി തീരുവകൾ ഗണ്യമായി കുറയ്ക്കുകയും വിദേശ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ്? നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുമായിട്ട് സമന്വയിപ്പിക്കുക, കൂട്ടിച്ചേർക്കലാണ് ആഗോളവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇതിലൂടെ എന്ത് ചെയ്തു? ഇറക്കുമതി തീരുവകളൊക്കെ കുറച്ചായിട്ട് കുറയ്ക്കുകയും വിദേശ നിക്ഷേപങ്ങൾ എന്ത് ചെയ്തു? നമ്മുടെ ഇവിടെയുള്ള വിദേശ നിക്ഷേപങ്ങൾ എന്ത് ചെയ്തു? പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. വ്യാപാരം, മൂലധന നിക്ഷേപം, സാങ്കേതിക വിദ്യയുടെയും മനുഷ്യവിഭവങ്ങളുടെയും കൈമാറ്റം തുടങ്ങിയവയെ കൂടുതൽ ആഗോളീകരിക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥമായിട്ട് പറയുന്നത്. വ്യാപാരത്തിലും മൂലധന നിക്ഷേപത്തിലും സാങ്കേതിക വിദ്യയിലും മനുഷ്യവിഭവങ്ങളുടെ കൈമാറ്റം കൂടുതൽ ആഗോളീകരിക്കുക എന്നതാണ് ഈ ആഗോളവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും സാമ്പത്തിക നയങ്ങളാണ്. ഈ നയങ്ങളുടെ അനന്തരഫലമാണ് എന്ന് പറയുന്നത്? ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും സാമ്പത്തിക നയങ്ങളാണ്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് എന്ന് പറയുന്നത്? ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. നമുക്കിവിടെ ഒരു കോട്ട് നോക്കാനുണ്ട്. ആഗോളവൽക്കരണം ഒരു നയമല്ല, പ്രതിഭാസമാണ്. ആരുടെ വാക്കുകളാണ്? അമർത്യ സെന്നിന്റെ വാക്കുകളാണ് അല്ലേ? ആഗോളവൽക്കരണം ഒരു നയമല്ല, പ്രതിഭാസമാണ് എന്ന് പറഞ്ഞത് ആരാണ്? അമർത്യ സെൻ. സമ്പദ് വ്യവസ്ഥകളെ കൂടുതൽ പരസ്പരം ആശ്രയത്വമുള്ളതും കൂട്ടിച്ചേർക്കുന്നതുമായ നയങ്ങളുടെ പരിണത ഫലമാണ് എന്ന് പറയുന്നത്? ആഗോളവൽക്കരണം. ഇതോടെ ആഗോള വ്യാപാരത്തെ നിയന്ത്രിക്കുന്നത് ലോക വ്യാപാര സംഘടനയുടെയും ആഗോള ഉൽപ്പാദനം നിർണ്ണയിക്കുന്നത് ബഹുരാഷ്ട്ര കമ്പനികളുമായിട്ട് മാറുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിനു മുന്നേ ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണേ. അതും ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ ചോദിക്കാം. എന്തൊക്കെയാണ്? രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ് വ്യവസ്ഥയുമായിട്ട് ബന്ധിപ്പിച്ചു. ബഹുരാഷ്ട്ര കമ്പനികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചു. മത്സരങ്ങളിലൂന്നിയ കമ്പോളം നിലവിൽ വന്നു. അതിരുകളില്ലാത്ത ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ, വിവരങ്ങൾ, മൂലധനം, പുത്തൻ സാങ്കേതിക വിദ്യ, മനുഷ്യ വിഭവശേഷി എന്നിവയുടെ ഒഴുക്ക് എന്ത് ചെയ്തു? സൃഷ്ടിച്ചു. അപ്പോൾ ഇത്രയുമാണ് ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാന ഫലങ്ങളായിട്ട് പറയുന്നത്. ആഗോളവൽക്കരണത്തിൻ്റെയാണ്, പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ അല്ല. ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാന ഫലങ്ങളാണ് പറയുന്നത്. നമുക്കറിയാം ആഗോള സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുമായിട്ട് എന്ത് ചെയ്യുന്നു? ബന്ധിപ്പിക്കുന്നതിനെയാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓക്കെ അല്ലേ? പിന്നെ എന്ത് ചെയ്തു? ബഹിരാഷ്ട്ര കമ്പനികളുടെയൊക്കെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു വന്നു. മത്സരങ്ങളിൽ ഊന്നിയ കമ്പോളം എന്ത് ചെയ്തു? നിലവിൽ വന്നു. പിന്നെ അതിരുകളില്ലാത്ത ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ, വിവരങ്ങൾ, മൂലധനം, പുത്തൻ സാങ്കേതിക വിദ്യ, മനുഷ്യ വിഭവശേഷി എന്നിവയുടെ ഒഴുക്ക് എന്ത് ചെയ്തു? കൂടുതലായി. അപ്പോൾ ഇത്രയാണ് ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാന ഫലങ്ങളായിട്ട് പറയുന്നത്. ഇനി നമുക്ക് അതുമായിട്ട് നമ്മുടെ ഈ 91-ലെ പുത്തൻ സാമ്പത്തിക നയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ആഗോളവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? രാജ്യങ്ങൾ തമ്മിലുള്ള ദ്രുത സംയോജന പ്രക്രിയയാണ്
രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നിക്ഷേപവും സാങ്കേതിക വിദ്യയും നീങ്ങുന്നു. ലോകത്തിലെ മിക്ക പ്രദേശങ്ങളും പരസ്പരം അടുത്ത ബന്ധം പുലർത്തുന്നു. മുകളിൽ പറഞ്ഞവയല്ല. വേഗം കണ്ടുപിടിച്ചേ. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ പറഞ്ഞതെല്ലാം എന്താണ്? ആഗോളവൽക്കരണമാണ് അർത്ഥമാക്കുന്നത്. എന്തൊക്കെയാണ്? രാജ്യങ്ങൾ തമ്മിലുള്ള ദ്രുത സംയോജന പ്രക്രിയയാണ് അല്ലേ? രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധമാണ് അല്ലേ? പിന്നെന്താണ്? രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നിക്ഷേപവും സാങ്കേതിക വിദ്യയും നീങ്ങുന്നു. ആ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ എന്താണ്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയൊക്കെ നിക്ഷേപവും അവരുടെ സാങ്കേതിക വിദ്യയും എന്ത് ചെയ്യുന്നു? കൂടുതലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്നുണ്ട്. ലോകത്തിലെ മിക്ക പ്രദേശങ്ങളും എന്തുന്നുണ്ട്? പരസ്പരം അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്? എല്ലാം ആഗോളവൽക്കരണമാണ് അർത്ഥമാക്കുന്നത്. ഇറക്കുമതി ചുങ്കനിരക്ക് കുറച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യം ഏത് പരിഷ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇറക്കുമതി ചുങ്കനിരക്ക് കുറച്ചു കൊണ്ടുവരിക ഏതാണ്? കണ്ടുപിടിച്ചേ. ഓപ്ഷൻ സി ആണ്. വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങളാണ് ഇറക്കുമതി ചുങ്കനിരക്ക് കുറച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യം ഏത് പരിഷ്കാരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങളുമായിട്ടാണ് കേട്ടോ. അറിയത്തില്ലെങ്കിൽ എഴുതി വെക്കുക കേട്ടോ. അറിയാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ എഴുതി വെക്കുക. വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള നയമേത്? ഓപ്ഷൻ എ സ്വകാര്യവൽക്കരണമാണ് കേട്ടോ. വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള നയമേതാണ്? സ്വകാര്യവൽക്കരണം. 1991 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസ്താവന 1, ഈ നയങ്ങളെ സ്ഥിരീകരണ നടപടികൾ, ഘടനാപരമായ പരിഷ്കരണ നടപടികൾ എന്നിങ്ങനെ 2 ഗ്രൂപ്പുകളായി തിരിക്കാം. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഹ്രസ്വകാല നടപടികളാണ് സ്ഥിരീകരണ നടപടികൾ എന്ന് പറയുന്നത്. ഉദാരീകരണത്തിന്റെ ഭാഗമായി എല്ലാത്തരം വ്യവസായങ്ങളുടെയും ലൈസൻസിംഗ് സമ്പ്രദായം അവസാനിപ്പിച്ചു. ഇതിൽ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. 3 എന്താണ്? തെറ്റായിട്ടുള്ളതാണ്. 1ഉം 2 ശരിയാണ്. ഈ നയങ്ങളെ സ്ഥിരീകരണ നടപടികൾ, ഘടനാപരമായ പരിഷ്കരണ നടപടികൾ എന്നിങ്ങനെ 2 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മുടെ സാമ്പത്തിക പരിഷ്കരണത്തെ എങ്ങനെ തിരിച്ചിട്ടുണ്ട്? സ്ഥിരീകരണ നടപടികൾ അല്ലെങ്കിൽ ഘടനാപരമായ പരിഷ്കരണങ്ങൾ എന്നിങ്ങനെ 2 ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്നു. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഹ്രസ്വകാല നടപടികളാണ് എന്ന് പറയുന്നത്? സ്ഥിരീകരണ നടപടികൾ എന്ന് പറയുന്നത്. കുറച്ച് കാലത്തേക്ക് മാത്രമുള്ളതാണ് എന്ത് പറയുന്നത്? നമ്മുടെ സ്ഥിരീകരണ നടപടികൾ എന്താണ്? കുറച്ച് കാലത്തേക്കുള്ള നടപടികളാണ്. എന്നാൽ നമ്മുടെ ഘടനാപരമായ പരിഷ്കരണ നടപടികൾ ആണെങ്കിലോ അത് സ്ഥിരമായിട്ടുള്ള ഒരുപാട് ദീർഘകാലത്തേക്കുള്ള നടപടികളാണ് എന്ത് പറയുന്നത്? ഘടനാപരമായ പരിഷ്കരണ നടപടികൾ എന്നിങ്ങനെ പറയുന്നത്. ഇത് നമ്മൾ 1991 പുത്തൻ സാമ്പത്തിക നയം നമ്മൾ സെപ്പറേറ്റ് ക്ലാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ എല്ലാ ഡീറ്റെയിലും ആയിട്ട് ആ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാത്തവർ കയറിയിട്ട് കാണുക കേട്ടോ, താല്പര്യം ഉണ്ടെങ്കിൽ. ഉദാരവൽക്കരണ നയത്തിന് കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണ്? ഉദാരവൽക്കരണ നയത്തിന് കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ. ഓപ്ഷൻ ബി ആണ്. വ്യാവസായിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങളാണ് ഉദാരവൽക്കരണ നയത്തിന്റെ കീഴിൽ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത്. എവിടേക്കാണ്? വ്യവസായവും ധനകാര്യ മേഖലകളിലുമാണ് പരിഷ്കാരങ്ങൾ ഉദാരവൽക്കരണ നയത്തിന്റെ കീഴിൽ നടത്തിയിട്ട് ഉണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ ഒരു വേർഡും കൂടെ ഓർത്തിരിക്കേണ്ടതുണ്ട്. ആഗോളവൽക്കരണത്തിന്റെ പ്രധാന ഫലങ്ങളിൽ ഒന്നായിട്ടുള്ള ഒരു പുറം പണിക്കരാർ എന്ന് പറയുന്നത്. പുറം പണിക്കരാർ അത് അങ്ങനെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. പുറം പണിക്കരാർ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്? എന്തുമായിട്ടാണ്? ആഗോളവൽക്കരണത്തിന്റെ അനന്തരഫലമാണ് പ്രധാന ഫലങ്ങളിൽ ഒന്നാണ് പുറം പണിക്കരാർ എന്ന് പറയുന്നത് കേട്ടോ, ഓർത്തിരിക്കണേ. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മൗലികാവകാശം എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്ന ഒന്നാണ് മൗലികാവകാശം. ഇന്ത്യ മൗലികാവകാശം എന്ന് പറഞ്ഞിട്ടുള്ള ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? USA എന്നാണ് അല്ലേ? USA എന്നാണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏതാണ്? മൗലികാവകാശമാണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏതാണ്? മൗലികാവകാശമാണ്. എത്രാം ഭാഗത്തിലാണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്?
ഭാഗം 3-ലാണ്. മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതിലാണ്? ഭാഗം 3. എത്ര മുതലാണ് ആർട്ടിക്കിൾ? 12 മുതൽ 35 വരെയാണ് എന്താണ് മൗലികാവകാശങ്ങൾ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് അല്ലേ. മൗലികാവകാശം ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? 12 മുതൽ 35 വരെയാണ്. ഓർത്തിരിക്കണേ. ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? 7 നിലവിൽ എത്രയേ ഉള്ളൂ? 6 ഉള്ളൂ. അറിഞ്ഞിരിക്കണേ. ഭരണഘടന നിലവിൽ വന്നപ്പോൾ 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് അത് എന്ത് ചെയ്തു? 6 കുറച്ചു. അത് നമുക്ക് വഴിയെ നോക്കാം കേട്ടോ. ഇപ്പം അത് പഠിച്ചിരിക്കണേ. ഇപ്പം നിലവിൽ എത്ര മൗലികാവകാശങ്ങൾ ആണുള്ളത്? 6 ഉള്ളത്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ് അല്ലേ. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയിൽ ജനങ്ങൾക്ക് ഉറപ്പു നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിച്ച റിപ്പോർട്ട് ഏതാണ്? അത് 1928 നെഹ്റു റിപ്പോർട്ടാണ് കേട്ടോ. 1928 നെഹ്റു റിപ്പോർട്ടാണ്. അത് തയ്യാറാക്കിയത് ആരാണ്? മോത്തിലാൽ നെഹ്റു ആണ് കേട്ടോ. തയ്യാറാക്കിയത് ആരാണ്? മോത്തിലാൽ നെഹ്റു ആണ്. ഇന്ത്യയിൽ ജനങ്ങൾക്ക് ഉറപ്പു നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിച്ച റിപ്പോർട്ട് ഏതാണ്? 1928 നെഹ്റു റിപ്പോർട്ടാണ്. തയ്യാറാക്കിയത് ആരാണ്? മോത്തിലാൽ നെഹ്റു. മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1927 എം എ അൻസാരി അധ്യക്ഷനായിട്ടുള്ള മദ്രാസ് സമ്മേളനമാണ് കേട്ടോ. അതിലാണ് മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ചത്. ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് അതെല്ലാം. മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? അത് 1931 സർദാർ വല്ലഭായ് പട്ടേൽ അധ്യക്ഷനായിട്ടുള്ള കറാച്ചി സമ്മേളനമാണ് കേട്ടോ. ഒരുപാട് റിപ്പീറ്റ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1931 സർദാർ വല്ലഭായ് പട്ടേൽ അധ്യക്ഷനായിട്ടുള്ള കറാച്ചി INC സമ്മേളനമാണ് കേട്ടോ. ഈ മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയത്തിന്റെ കരട് തയ്യാറാക്കി കറാച്ചി സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ഓർത്തിരിക്കണേ. മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയത്തിന്റെ കരട് തയ്യാറാക്കി കറാച്ചി സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് ആരായിരുന്നു? അത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു? സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? ഓപ്ഷൻ ഡി സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു അല്ലേ. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു. ആരായിരുന്നു പിന്നീട് സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു കേട്ടോ. എന്നാണ് തിരഞ്ഞെടുത്തതെന്നും കൂടെ ഓർത്തിരിക്കണേ. 1946 ഡിസംബർ 11 അദ്ദേഹത്തെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. 1946 ഡിസംബർ 11. ആ ഭാഗത്തുനിന്ന് ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്ന വർഷം സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. എത്രയാണ്? 1946 ഡിസംബർ 9 കേട്ടോ ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് എന്നാണ്? 1946 ഡിസംബർ 9. ശേഷം 1946 ഡിസംബർ 11 എന്ത് ചെയ്യുന്നുണ്ട്? രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട്. ഓർത്തിരിക്കുക കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില വ്യവസ്ഥകളും ആശയങ്ങളും അവ കടമെടുത്ത രാജ്യങ്ങളുടെ പേരുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വേഗം ചേർത്തേ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നിയമനിർമ്മാണ പ്രക്രിയ എവിടെ നിന്നാണ് എടുത്തത്? ബ്രിട്ടനിൽ നിന്നാണ്. പഠിച്ചിട്ട് പോവാ. നിയമനിർമ്മാണ പ്രക്രിയൻ്റെ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടൻ. നിയമനിർമ്മാണ പ്രക്രിയ ബ്രിട്ടൻ. അടുത്തത് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? അമേരിക്ക. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എവിടുന്ന് കടമെടുത്തിരിക്കുന്നു? അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അർദ്ധ ഫെഡറൽ സമ്പ്രദായം എവിടുന്ന് കടമെടുത്തു? കാനഡയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അർദ്ധ ഫെഡറൽ സമ്പ്രദായം എവിടുന്നാണ്? കാനഡയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. നിർദ്ദേശ തത്വങ്ങൾ നമുക്കറിയാം അയർലൻഡിൽ നിന്നാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒന്നും കൂടെ പറയാം. നിയമനിർമ്മാണ സഭ എവിടുന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. നിയമനിർമ്മാണ സഭ ബ്രിട്ടനിൽ നിന്ന്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അമേരിക്ക. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അമേരിക്ക. അർദ്ധ ഫെഡറൽ സമ്പ്രദായം എവിടുന്നാണ്? കാനഡയിൽ നിന്നും. അതുപോലെ തന്നെ നിർദ്ദേശക തത്വങ്ങൾ എവിടുന്ന് എടുത്തിരിക്കുന്നു? അയർലൻഡിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്. 4 നമ്മൾ പഠിച്ചല്ലോ.
താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? മൗലികാവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്. 1978 44ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. നിലവിൽ ഇന്ത്യൻ ഭരണഘടന 7 മൗലികാവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത് അല്ലേ. മൗലികാവകാശങ്ങൾ എവിടെ എടുത്തിരിക്കുന്നത്? USA എന്നാണ് എടുത്തിരിക്കുന്നത് അല്ലേ. മൗലികാവകാശങ്ങൾ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? USA നിന്നാണ്. ഇനി ഇന്ത്യയിൽ നിലവിൽ ഇന്ത്യൻ ഭരണഘടന എത്ര മൗലികാവകാശങ്ങളാണ് ഉറപ്പ് നൽകുന്നത്? 6 എണ്ണമാണ്. 6 മൗലികാവകാശങ്ങൾ മാത്രമേ ഉള്ളൂ. 7 എണ്ണം ഉണ്ടായിരുന്നു ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ. ഏതാണ് നീക്കം ചെയ്തത്? 1978 44ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ എന്ത് ചെയ്തു? നിയമാവകാശമാക്കിയിട്ട് മാറ്റുകയാണ് ചെയ്തത് അല്ലേ. 1978 44ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്ത് ചെയ്തു? സ്വത്തവകാശത്തെ നിയമാവകാശമാക്കിയിട്ട് മാറ്റി. അപ്പം നിലവിൽ എത്ര മൗലികാവകാശങ്ങളുണ്ട്? 6 മൗലികാവകാശങ്ങളാണ് ഭരണഘടന നമുക്ക് നൽകുന്നത്. ഓക്കെ അല്ലേ? ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധാനപ്പെട്ട ഭേദഗതികൾ ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വേഗം ചേർത്തേ. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 42ാമത് ഭേദഗതി എന്താണ്? ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തി. പഠിച്ചിട്ട് പോവാ. 42ാമത് ഭേദഗതിയിലൂടെ എന്താണ് വരുത്തിയത്? ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തി. 86ാമത് ഭരണഘടന നമുക്കറിയാം. 2002 86ാമത് ഭേദഗതി എന്ത് ചെയ്തു? നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്തു? നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം എന്ത് ചെയ്തു? നിർബന്ധമാക്കിയില്ലേ. അപ്പോൾ 86ാമത് ഭേദഗതി നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം. 73ാമത് ഭേദഗതി 73ാമത് ഭേദഗതി എന്താണ്? പഞ്ചായത്തി രാജ് നിയമ ഭേദഗതിയാണ് അല്ലേ. 73 പഞ്ചായത്തി രാജ് നിയമം. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. നിങ്ങൾ ഇപ്പം തന്നെ എഴുതി വെച്ചോ. 73ഉം 74 നോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. 73ഉം 74ഉം ഭരണഘടനാ ഭേദഗതി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെയാണ് ചോദിക്കുന്നത്. നമുക്ക് പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ അടുത്ത ക്ലാസ്സിൽ ഞാൻ അത് ഉൾപ്പെടുത്താം കേട്ടോ. അതിൻ്റെ PYQs ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കാവേ. അപ്പോഴേക്കും നിങ്ങൾ 73ഉം 74ഉം പഠിച്ചിരിക്കുക കേട്ടോ. പിന്നെ ഏതാണ് പറഞ്ഞത്? 52ാമത് ഭേദഗതി ഏതാണത്? കൂറുമാറ്റ നിരോധന നിയമം. 52ാമത് ഭേദഗതി ഏതാണ്? കൂറുമാറ്റ നിരോധന നിയമമാണ് പറയുന്നത്. 42 ഏതാണ്? ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തി. 86ാമത് ഏതാണ്? നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം. 73ാമത് എന്താണ്? പഞ്ചായത്തി രാജ് നിയമ ഭേദഗതി. ഏതാണ്? നഗരപാലിക നിയമം. അത് 74ആണ് അല്ലേ. 74ാം ഭരണഘടനാ ഭേദഗതിയാണ് അല്ലേ. 73 ഏതാണ്? പഞ്ചായത്തി രാജ് നിയമ ഭേദഗതിയാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്രനയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്രനയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അയിത്താചാര നിർമ്മാർജ്ജനമാണ് അല്ലെ. അയിത്താചാര നിർമ്മാർജ്ജനമാണ് എന്തിൽ പെടുന്നില്ല? നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത്. ഏതൊക്കെ പെടും? സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം, രാജ്യത്തിന് മുഴുവൻ ബാധകമായ ഏകീകൃതമായ ഒരു സിവിൽ നിയമ സംഹിത, ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം. ഈ സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം ഏതാണ്? ആർട്ടിക്കിള് 39 ആണ് അല്ലേ. രാജ്യത്തിന് മുഴുവൻ ബാധകമായ ഏകീകൃതമായ ഒരു സിവിൽ കോഡ് ഏതാണ്? 44 ആണ്. പഞ്ചായത്ത് രൂപീകരണം ഏതാണ്? 40 ആണ്. ഓക്കെ അല്ലേ. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം 39. രാജ്യത്തിന് മുഴുവൻ ബാധകമായ ഏകീകൃതമായ ഒരു സിവിൽ നിയമസംഹിത ഏതാണ്? 44 ആണ്. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം ഏതിൽ പറയുന്നു? 40 ആർട്ടിക്കിൾ 40 പറയുന്നത്. ഈ അയിത്ത് നിർമ്മാർജ്ജനമോ മൗലികാവകാശങ്ങളിലെ ഏതിലാണ്? സമത്വത്തിൽ വരുന്നതാണ് അല്ലേ. 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിൾ വരുന്നതാണ് അയിത്ത് നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് അല്ലേ. ഏതാണ്? 17 ആണ് അല്ലേ. ആർട്ടിക്കിൾ 17 അയിത്ത് നിർമ്മാർജ്ജനം പറയുന്നത് അല്ലേ. നമ്മുടെ മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് തുടങ്ങുന്ന എന്താണ് ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത് അല്ലേ. അയിത്ത നിർമ്മാർജ്ജനം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? കേന്ദ്ര കാര്യനിർവഹണമാണ്.
ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രത്തിന്റെ തലവൻ പ്രസിഡന്റും ഗവൺമെന്റിന്റെ തലവൻ പ്രധാനമന്ത്രിയുമാണ്. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്ന എല്ലാ ബില്ലുകളും നിയമമാകുന്നത് പ്രസിഡന്റിന്റെ അംഗീകാരത്തോടു കൂടിയാണ്. ഭരണഘടനയുടെ 91ാമത് ഭേദഗതി അനുസരിച്ച് കേന്ദ്ര മന്ത്രിസഭയുടെ പരമാവധി അംഗസംഖ്യ ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 20% കൂടാൻ പാടില്ല. ഓപ്ഷൻ എ ആണ് ആൻസർ. 1ഉം 2ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ള നമ്മുടെ കാര്യനിർവഹണ വിഭാഗവുമായിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചിട്ട് രാഷ്ട്രത്തിന്റെ തലവൻ ആരാണ്? പ്രസിഡന്റ് ആണ്. ഗവൺമെന്റിന്റെ തലവൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഇതേ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പം നടന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന എല്ലാ ബില്ലുകളും നിയമമാകുന്നത് എപ്പോഴാണ്? പ്രസിഡന്റിന്റെ ഒപ്പോടുകൂടിയാണ്, പ്രസിഡന്റിന്റെ അംഗീകാരത്തോടു കൂടിയാണ് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന എല്ലാ ബില്ലുകളും എന്താകുന്നത്? നിയമമാകുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവനകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഓപ്ഷൻ ബി ആണ് ആൻസർ. വനമാണ്. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏതാണ്? വനമാണ്. ലിസ്റ്റ് എത്രാമത്തെ പട്ടികയിലാണ് പ്രതിപാദിക്കുന്നത്? ലിസ്റ്റുകൾ ഏഴാമത്തെ പട്ടികയിലാണ് കേട്ടോ. 7ാമത്തെ പട്ടികയിലാണ് പ്രതിപാദിക്കുന്നത് കേട്ടോ. ലിസ്റ്റുകളെ കുറിച്ച് പറയുന്ന പട്ടിക ഏതാണ്? 7ാം പട്ടികയാണ്, ഓർത്തിരിക്കുക. നമുക്ക് നോക്കിയാലോ ഏതൊക്കെയാണ് യൂണിയൻ ലിസ്റ്റിലും സ്റ്റേറ്റ് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും എന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് വരുന്ന ഒരു മേഖലയാണിത്. അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ ഏതൊക്കെയാണ്? പ്രതിരോധം, വിദേശകാര്യം, ആണവോർജം, റെയിൽവേ, ലോട്ടറി, സെൻസസ്, പൗരത്വം, ബാങ്കിങ്, ഇൻഷുറൻസ്. ഈ ബാങ്കിങ്ങും ഇൻഷുറൻസും ഒക്കെയാണ് കേട്ടോ സ്ഥിരമായിട്ട് വരുന്നത്, കാരണം അതാണ് SCERTയിൽ കിടക്കുന്നത്. അടുത്തത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഏതൊക്കെയാണ്? പോലീസ്, ജയില്, കൃഷി, ടോൾ, മദ്യം, പൊതുജനാരോഗ്യം, തദ്ദേശ സ്വയംഭരണം, കൃഷി, ഭൂനികുതി. കൺകറന്റ് ലിസ്റ്റിലാണെങ്കിലോ വിദ്യാഭ്യാസം, ഇലക്ട്രിസിറ്റി, വനം, വില നിയന്ത്രണം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം. ഇത്രയും പഠിച്ചിട്ട് പോകണം കേട്ടോ. സ്റ്റേറ്റ് ലിസ്റ്റിലും യൂണിയൻ ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും വിടുന്ന വിഷയങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോണേ. ഏതൊക്കെയാണ് യൂണിയൻ ലിസ്റ്റിലുള്ളത്? പ്രതിരോധം, വിദേശകാര്യം, ആണവോർജം, റെയിൽവേ, ലോട്ടറി, സെൻസസ്, പൗരത്വം, ബാങ്കിങ്, ഇൻഷുറൻസ്. സ്റ്റേറ്റ് ലിസ്റ്റിലാണെങ്കിൽ പോലീസ്, ജയില്, കൃഷി, ടോൾ, മദ്യം, പൊതുജനാരോഗ്യം, തദ്ദേശ സ്വയംഭരണം, കൃഷി, ഭൂനികുതി. കൺകറന്റ് ലിസ്റ്റിലാണെങ്കിൽ വിദ്യാഭ്യാസം, ഇലക്ട്രിസിറ്റി, വനം, വില നിയന്ത്രണം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം. ഇപ്പം തന്നെ പരമാവധി പഠിച്ചിട്ട് പോവാം കേട്ടോ. ഇനി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാവേ. ചേരുംപടി ചേർക്കുക. ചേർത്തവ പരിശോധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അതിന്ന് ശരിയായ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. വേഗം കണ്ടുപിടിച്ചേ. യൂണിയൻ ലിസ്റ്റ് പ്രതിരോധം, ആണവോർജം, സംസ്ഥാന ലിസ്റ്റ് കൃഷി, മത്സ്യബന്ധനം, കൺകറന്റ് ലിസ്റ്റ് മദ്യ നിയന്ത്രണം, ബാങ്കിങ്. വേഗം കണ്ടുപിടിച്ചോളൂ. ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. യൂണിയൻ ലിസ്റ്റിൽ ഏതൊക്കെയാണ്? പ്രതിരോധം, ആണവോർജം. പ്രതിരോധം, ആണവോർജം ഏതിൽ പെടുന്നു? യൂണിയൻ ലിസ്റ്റ്. സംസ്ഥാന ലിസ്റ്റിൽ കൃഷി, മത്സ്യബന്ധനം. സംസ്ഥാന ലിസ്റ്റ് എന്ത് പെടുന്നു? കൃഷി, മത്സ്യബന്ധനം. മദ്യം എന്തിൽ പെടുന്നു? സ്റ്റേറ്റ് ലിസ്റ്റിലും ബാങ്കിങ് എന്ത് ചെയ്യുന്നു? യൂണിയൻ ലിസ്റ്റിലുമാണ് പെടുന്നത് അല്ലേ, കൺകറന്റ് ലിസ്റ്റിലല്ല. ഓക്കെ അല്ലേ? നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? കിരൺ റിജിജു ആണ് കേട്ടോ. കിരൺ റിജിജു ആണ് നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്. കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. വിദേശകാര്യം, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്, കൃഷി. ഇതിൽ കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം മാത്രമാണ് കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് കേട്ടോ. വിദേശകാര്യം, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്. കൃഷി എന്തിൽ പെടുന്നു? സംസ്ഥാന ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. കേന്ദ്ര ലിസ്റ്റിൽ എന്തൊക്കെ പെടുന്നു? വിദേശകാര്യം, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റിലെ ഒരു വിഷയമാണ്. വനം കൺകറന്റ് ലിസ്റ്റിലെ വിഷയമാണ്. സൈബർ നിയമങ്ങൾ ശിഷ്ടാധികാരങ്ങളിൽ വരുന്നതാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഈ പറയുന്നതിലെല്ലാം ശരിയാണ്. പൊതുജനാരോഗ്യം എന്തിലാണ് വരുന്നത്? സംസ്ഥാന ലിസ്റ്റിലാണ് വരുന്നത്. വനം എന്തിലാണ് വരുന്നത്? കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. സൈബർ നിയമങ്ങൾ എന്ന് പറയുന്നു അവശിഷ്ടാധികാരങ്ങളിലാണ് വരുന്നത്. അടുത്തത് നമ്മുടെ റിട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വേഗം കണ്ടുപിടിച്ചേ.
ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഹേബിയസ് കോർപ്പസ് ഏതാണ്? ശരീരം ഹാജരാക്കുക. ഹേബിയസ് കോർപ്പസ് ഏതാണ്? ശരീരം ഹാജരാക്കുക. മാൻഡമെസോ? ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. ഞങ്ങൾ ആജ്ഞാപിക്കുന്നത് ഏതാണ്? മാൻഡമെസ് ആണ്. പ്രൊഹിബിഷൻ ഏതാണ്? നിരോധാനമാണ്. പ്രൊഹിബിഷൻ ഏതാണ്? നിരോധാനം. കൊവാറന്റോ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തധികാരത്തിൽ. കൊവാറന്റോ എന്താണ്? എന്തധികാരത്തിൽ. റിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റിട്ടുകൾ ഞാനിതിന് മുന്നത്തെ VFA ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അടുത്തത് നമുക്ക് നോക്കാം നിർദ്ദേശക തത്വങ്ങൾ. ആർട്ടിക്കിൾ ഏതാണ്? 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിളാണ് നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പറയുന്നത് അല്ലേ. ഈ നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏത് കമ്മിറ്റി പ്രകാരമാണെന്ന് ചോദിച്ചാൽ അതേതാണ്? സപ്രു കമ്മിറ്റിയാണ് കേട്ടോ. സപ്രു കമ്മിറ്റിയാണ്. എത്രാമത്തെ ഭാഗത്തിലാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? 4ാം ഭാഗത്തിലാണ് കേട്ടോ. സ്ഥിരമായിട്ട് വരുന്നതാണ്. നിർദ്ദേശക തത്വം എത്രാമത്തെ ഭാഗത്തിലാണ്? 4ാം ഭാഗത്തിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിളാണ് ഉള്ളത്. പിന്നെന്താണ്? അത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏത് കമ്മിറ്റിയുടെ പ്രകാരമാണെന്ന് ചോദിച്ചാൽ അതേതാണ്? സപ്രു കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്. ഓർത്തിരിക്കണേ. നമ്മൾ നേരത്തെ പറഞ്ഞു പഞ്ചായത്ത് രൂപീകരണം ഏതാണ്? ആർട്ടിക്കിൾ 40 ആണ്. പഞ്ചായത്ത് രൂപീകരണം സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. 40. ഏകീകൃത സിവിൽ കോഡ് ഏതാണ്? 44 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. അതുപോലെ തന്നെ നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും വേർതിരിക്കുന്ന എന്താണ് ആർട്ടിക്കിൾ? അതേതാണ്? 50 ആണ് കേട്ടോ. 50 ഇത്രയും മൂന്നും പഠിക്കണം കേട്ടോ. നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും വേർതിരിക്കണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 50 ആണ്. ബാക്കിയും കൂടെ നോക്കിയാൽ നന്നാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ 3 ഇതിലെടുത്തിട്ടുള്ളൂ. ബാക്കി നമുക്ക് വഴി എങ്ങനെ പഠിച്ച് പോവാം. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് പഞ്ചായത്ത് രൂപീകരണം, ഏകീകൃത സിവിൽ കോഡും പിന്നെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കുന്നതും. അതാണ് അത് 3 എടുത്തത് കേട്ടോ. ഇനി നമ്മളിവിടെ 2 വിശേഷണങ്ങളും കൂടെ അറിഞ്ഞിരിക്കണേ. അതും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഞാൻ പറയാം, നിങ്ങൾ ആരാണെന്ന് ആലോചിക്കുക കേട്ടോ. ഈ തത്വങ്ങളെല്ലാം മുഴുവനായി നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ രാജ്യം ഭൂമിയിലെ സ്വർഗമായി മാറും എന്ന് പറഞ്ഞത് ആരാണ്? നിർദ്ദേശക തത്വങ്ങളെല്ലാം മുഴുവനായി നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ രാജ്യം ഭൂമിയിലെ തന്നെ സ്വർഗമായി മാറുമെന്ന് പറഞ്ഞത് ആരുടെ വാക്കുകളാണ്? ആരാണ്? MC ചഗ്ലയുടെ വാക്കുകളാണ് കേട്ടോ. MC ചഗ്ലയുടെ വാക്കുകളാണ്. അതെ, ഈ തത്വങ്ങളെല്ലാം മുഴുവനായി നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ രാജ്യം ഭൂമിയിലെ സ്വർഗമായി മാറും. മറക്കരുതേ. അതുപോലെ തന്നെ എ മാനിഫെസ്റ്റോ ഓഫ് എയിംസ് ആൻഡ് ആസ്പിരേഷൻസ് ആരുടെ വാക്കുകളാണ്? എ മാനിഫെസ്റ്റോ ഓഫ് എയിംസ് ആൻഡ് ആസ്പിരേഷൻസ് ആരുടെയാണ്? KC വെയറിൻ്റെ ആണ് കേട്ടോ. KC വെയറിൻ്റെ വാക്കുകളാണത്. ഇത് രണ്ടും ചോദിച്ച് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ BR അംബേദ്കറിൻ്റെ ഒരു വേർഡും കൂടിയുണ്ട്, നോവൽ ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് BR അംബേദ്കറിൻ്റെ വേർഡാണ് കേട്ടോ. നമ്മുടെ നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചുള്ള വിശേഷണങ്ങളാണ് ഇപ്പോൾ ഈ 3 പറഞ്ഞത്. ഇത് 3 മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിതിൻ്റെ PYQയിലേക്ക് കിടക്കാം കേട്ടോ. നിർദ്ദേശക തത്വങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. നിങ്ങൾ വേഗം ആൻസർ കണ്ടുപിടിക്കുക കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ ന്യായവാദങ്ങളല്ല എന്ന് പറയാൻ കാരണം എന്താണ്? നമ്മൾ ഈ PYQയിൽ നോക്കണേൽ നല്ലൊരു പോയിന്റ് എന്താണെന്ന് അറിയോ? നമ്മൾ കുറച്ചാണ് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയുന്നതെങ്കിലും ക്വസ്റ്റ്യൻ വളരെ ഡീപ്പായിട്ട് വരുന്നത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്? PSC അതിനെക്കാളും ഡീപ്പായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡീപ്പായതും കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? പഠിക്കുകയാണ്. നമ്മൾ ഈ PYQ ചെക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. മാക്സിമം എല്ലാവരും മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക കേട്ടോ. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. മാർക്ക് കൂടാനും നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ പഠിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്കത് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു ഭാഗം വീണ്ടും നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു അവസരം കൂടെ കിട്ടും. മറ്റേത് നമ്മളെല്ലാം പഠിച്ചു, നമ്മളെല്ലാം ടിപ്പാണ് എന്നുള്ള രീതിയിൽ ഇരിക്കുക, ഞാൻ ആ ഭാഗം നോക്കിയതാണെന്ന് പറഞ്ഞിരിക്കും. പക്ഷേ നമ്മളൊരു ആ ഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ചിലപ്പോൾ അത് കിട്ടാണ്ടിരിക്കുക. അപ്പോൾ പരമാവധി എല്ലാവരും മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടുപിടിച്ചേ 26ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ഈ തത്വങ്ങൾ കോടതിയിലൂടെ നേടിയെടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എന്ത് പറയുന്നത്? ന്യായവാദങ്ങളല്ല എന്ന് പറയാൻ കാരണം. മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്താണ്? ന്യായവാദത്തിന് അർഹമല്ല. എന്തുകൊണ്ടാണ്? അത് കോടതിയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ട് ഇതെന്താണ്? ഒരു നെഗറ്റീവ് ആണ്. നിർദ്ദേശക തത്വങ്ങൾ എന്താണ്? നെഗറ്റീവാണ്. മൗലികാവകാശങ്ങൾ എന്താണ്? പോസിറ്റീവാണ്. അറിഞ്ഞിരിക്കുക കേട്ടോ. നമ്മുടെ SCRTയിൽ കിടക്കുന്നുണ്ടത്.
താഴെ കൊടുത്തതിൽ തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് കണ്ടുപിടിച്ചേ. 2ഉം 4ഉമാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും പരിസ്ഥിതി സംരക്ഷണം. ഇതെന്താണ്? നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും കാത്തു സൂക്ഷിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക. ഇത് രണ്ടും എന്തിൽ പെടുന്നു? നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിൽ പെടാത്തത്, നമ്മുടെ നിർദ്ദേശക തത്വങ്ങളിൽ പെടാത്തത്. തുല്യ ജോലിക്ക് തുല്യ വേതനം, ഏകീകൃത സിവിൽ നിയമം, സംഘടനാ സ്വാതന്ത്ര്യം, പൊതുതൊഴിലിൽ തുല്യ അവസരം. ഓപ്ഷൻ ഡി ആണ്. 3ഉം 4ഉം എന്തിൽ പെടില്ല? നമ്മുടെ 4-ാം അധ്യായത്തിൽ പെടില്ല. സംഘടനാ സ്വാതന്ത്ര്യം മൗലികാവകാശങ്ങളാണ്. പൊതുതൊഴിലിൽ തുല്യ അവസരം എന്തിൽ വരുന്നു? മൗലികാവകാശങ്ങളിലാണ് വരുന്നത്. ഇനി നമുക്ക് മൗലിക കടമകളെ കുറിച്ച് നോക്കാവേ. ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? സ്വരൺ സിംഗ് ആണ് കേട്ടോ. സ്വരൺ സിംഗ് സപ്ര കമ്മിറ്റി മാറിപ്പോകരുത്. സപ്ര കമ്മിറ്റി നിർദ്ദേശക തത്വങ്ങളാണ്. മൗലിക കടമകൾ ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. നമ്മുടെ 1976 42-ാം ഭേദഗതിയിലൂടെയാണ് നമ്മുടെ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്തിരിക്കുന്നത് കേട്ടോ, മറന്നുപോകല്ലേ. 1976 42-ാം ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? മൗലിക കടമകൾ ഭരണഘടനയോട് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഏതിലാണ് ഉൾക്കൊള്ളിയിരിക്കുന്നത്? ഏത് ഭാഗത്തിലാണ്? ഭാഗം 4A മൗലിക കടമകൾ ഉള്ളത്. ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ, ഭാഗം 4A മൗലിക കടമകൾ. ഏത് ആർട്ടിക്കിളിലാണ് വരുന്നത്? 51A മൗലിക കടമകൾ പറയുന്നത് കേട്ടോ. 51A മൗലിക കടമകൾ പറയുന്നത്. എത്ര മൗലിക കടമകളുണ്ട്? നിലവിൽ 10 മൗലിക കടമ ഭരണഘടന നിലവിൽ വരുമ്പോൾ 10 മൗലിക കടമകളായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ എത്ര ഉണ്ട്? 11 മൗലിക കടമകളാണ് നിലവിലുള്ളത്. അത് ഏതാണെന്ന് കൂട്ടിച്ചേർത്തത്? നമ്മുടെ 2002 86-ാം അമെൻമെന്റിലൂടെ എന്ത് ചെയ്തു? 21A എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തു അല്ലേ. അതെന്താണ്? നമ്മുടെ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയായിട്ട് കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത്. 2002 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കടമകളുടെ എണ്ണം എത്രയായി? 11 ഇനി നമുക്ക് PYQ നോക്കിയാലോ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. 6 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷകർത്താക്കളുടെയും കടമയാണ്. പൊതുസ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഒഴിവാക്കുക, ശാസ്ത്രബോധവും മനുഷ്യത്വവും വളർത്തിയെടുക്കുക, ആവശ്യപ്പെടുമ്പോൾ രാജ്യത്തെ സംരക്ഷിക്കുകയും ദേശീയ സേവനങ്ങൾ നൽകുകയും ചെയ്യുക. തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണല്ലേ ഇവിടെ തെറ്റായിട്ടുള്ളത്. നമുക്ക് ആ ഏജ് കേൾക്കുമ്പോൾ അറിയാം അല്ലേ. 6 മുതൽ 14 വയസ്സ് വരെയാണ്, 6 മുതൽ 18 വയസ്സ് വരെ അല്ല അല്ലേ. ഇനി നമുക്ക് നോക്കാം ഭരണഘടനാ നിർമ്മാണ സഭ. ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ ഭരണഘടനാ നിർമ്മാണ സഭ. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായിട്ടുള്ള ദൗത്യം അതേതാണ്? ക്യാബിനറ്റ് മിഷനാണ് കേട്ടോ. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യം ഏതാണ്? ക്യാബിനറ്റ് മിഷനാണ്. എന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്? 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. പഠിച്ചിട്ട് പോണേ. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായിട്ടുള്ളത്. ആദ്യത്തെ സമ്മേളനം സ്ഥിരമായിട്ട് വരുന്നതാണ്. എന്ന് നടന്നു? 46 ഡിസംബർ 9 ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം എന്ന് നടന്നു? 1946 ഡിസംബർ 9 നടന്നു. ആരായിരുന്നു നമ്മുടെ താൽക്കാലിക അധ്യക്ഷൻ എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സച്ചിദാനന്ദ സിൻഹ അല്ലെ. ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ എന്ത് ചെയ്തു? സച്ചിദാനന്ദ സിൻഹയെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. പിന്നീട് എന്ത് ചെയ്തു? 1946 ഡിസംബർ 11 എന്ത് ചെയ്തു? രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തു. ഇത് രണ്ടും ഓർത്തിരിക്കണേ. സ്ഥിരമായിട്ട് വരുന്നത് സച്ചിദാനന്ദ സിൻഹ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അതിൻ്റെ PYQ നോക്കിയാലോ. നമുക്ക് PYQയിലൂടെ പഠിച്ചിട്ട് പോവാം കേട്ടോ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത്. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തത് ജനസംഖ്യയ്ക്ക് ആനുപാതികമായി പരോക്ഷ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലൂടെ ആയിരുന്നു. 5 ലക്ഷം ജനങ്ങൾക്ക് ഒരാൾ എന്ന അനുപാതത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്.
വേഗം കണ്ടുപിടിച്ചോളൂ. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. 1ഉം 2ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്. 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് മറക്കാണ്ട് ഓർത്തിരിക്കുക കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തത് ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് പരോക്ഷ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലൂടെ ആയിരുന്നു. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ എങ്ങനെയാണ് തിരഞ്ഞെടുത്തത്? പരോക്ഷ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലൂടെ ആയിരുന്നു. ഓർത്തിരിക്കണേ. ജനസംഖ്യയ്ക്ക് ആനുപാതികമായി, ആ ഒരു വേർഡും കൂടെ അവിടെ ഓർത്തിരിക്കണം കേട്ടോ. സ്റ്റേറ്റ്മെന്റ് 2025 ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി സംഘടിപ്പിച്ചത്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം ചേർന്നത് 1947 ഓഗസ്റ്റ് 15-നാണ്. വേഗം കണ്ടുപിടിച്ചോളൂ ശരിയായത്. ഓപ്ഷൻ എ ആണ് ആൻസർ. 1ഉം 2ഉം ശരിയാണ്, 3 എന്താണ്? തെറ്റാണ്. 1ഉം 2ഉം നമുക്ക് നോക്കാം. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി സംഘടിപ്പിച്ചത്. അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം ചേർന്നത് 47 ഓഗസ്റ്റ് 15-നല്ല അല്ലേ? എന്നാണ് ആദ്യത്തെ സമ്മേളനം നടന്നത്? 1946 ഡിസംബർ 9. കിട്ടിയല്ലോ അല്ലേ? 1946 ഡിസംബർ 9-നാണ് ആദ്യത്തെ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ ആൻസർ ഏതാണ്? എ ആണ് കേട്ടോ. ആൻസർ എ ആണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രസ്താവനയിൽ ശരിയായിട്ടുള്ളത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് 93 അംഗങ്ങളുണ്ടായിരുന്നു. ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് 296 അംഗങ്ങളെ തിരഞ്ഞെടുത്തു. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അടിസ്ഥാനത്തിലാണ് പ്രവിശ്യകളിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം സമിതിയുടെ അംഗസംഖ്യ 199 ആയിട്ട് ചുരുങ്ങി. ഓപ്ഷൻ ബി ആണ് ആൻസർ. 1ഉം 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 93. നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ചിട്ട് 93 അംഗങ്ങളുണ്ടായിരുന്നു. ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് 296 അംഗങ്ങളെയാണ് തിരഞ്ഞെടുത്തത്. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അടിസ്ഥാനത്തിലാണ് പ്രവിശ്യകളിൽ തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. ഈ 3 സ്റ്റേറ്റ്മെന്റും പഠിച്ചിട്ട് പോണേ. ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം സമിതിയുടെ അംഗസംഖ്യ 199 ആയിട്ട് ചുരുങ്ങി എന്നുള്ളത് ഇവിടെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് കേട്ടോ. ഇനി നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ മലയാളി വനിതകളുടെ എണ്ണം എത്രയാണ്? 3 പേരാണ്. ഇത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദിക്കാറുണ്ട്. പെടാത്തത് ഏത്, പെടുന്നവരാരൊക്കെയെന്ന് ചോദിച്ചിട്ട്. ആരൊക്കെയാണ്? ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധനായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ മലയാളി വനിതാ സാന്നിധ്യം എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. 3 മലയാളി വനിതകളാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ചാണ്. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു അധ്യക്ഷൻ. ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി 46 ഓഗസ്റ്റ് 29-നാണ് ഈ സമിതി രൂപീകരിച്ചത്. ഓപ്ഷൻ എ ആണ് ആൻസർ. 1ഉം 3ഉമാണ് ഇവിടെ ആൻസർ ശരിയായിട്ടുള്ളത് കേട്ടോ. 1ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു അധ്യക്ഷൻ എന്ന് പറയുന്നത്. 7 അംഗങ്ങളായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. 46 ഓഗസ്റ്റ് 29-നാണോ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്? എത്രയൊക്കെയാണ്? 1947 ഓഗസ്റ്റ് 29-നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത് കേട്ടോ. 29 എന്നാണ്, 79 അല്ലേ? 29. 1947 ഓഗസ്റ്റ് 29. 47 ഓഗസ്റ്റ് 29-നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. 1947 ഓഗസ്റ്റ് 29. ഓർത്തിരിക്കുക. ഭരണഘടനയ്ക്ക് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണോ അംഗീകാരം നൽകിയത്? അല്ലല്ലോ. കരടാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് അല്ലേ? ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ച് താഴെ പറയുന്നതിൽ പ്രസ്താവനകളിൽ ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്ത പ്രസ്താവന. 1946 ഡിസംബർ 9-ന് സച്ചിദാനന്ദ സിൻഹയെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക ചെയർമാനായി നിയമിച്ചു. അതുപോലെ തന്നെ
46 ഡിസംബർ 11 ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതി ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. 1947 ഓഗസ്റ്റ് 29 ഭരണഘടനാ നിർമ്മാണ സമിതി ഡോക്ടർ BR അംബേദ്കറുടെ അധ്യക്ഷതയിൽ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. ഇത് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസറെ. 2 മാത്രമാണ് തെറ്റ് എന്നുള്ളത്. 46 ഡിസംബർ 11 ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതി ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. അത് തെറ്റാണ്. ഏതാണ് വർഷം ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? പഠിച്ചിരിക്കണം. 46 ഡിസംബർ 13 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ എന്ത് ചെയ്യുന്നത്? ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ഡേറ്റ് ആണ്. 46 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ എന്ത് ചെയ്തു? അവതരിപ്പിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും എടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാവേ. നമുക്ക് ഇനി നമ്മൾ ഹോട്ട് ടോപ്പിക്കായിട്ട് കരുതിയിരിക്കുന്നത് മഹത്തായ വിപ്ലവം, അതുപോലെ തന്നെ കാർഷിക കാലങ്ങൾ, ഭൂമിയുടെ ഘടന, അതുപോലെ തന്നെ പോക്സോ, ഇത്രയാണ് കേട്ടോ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇടാൻ പോകുന്നത്. ഇതെല്ലാം ഹോട്ട് ടോപ്പിക്കുകളാണ് കേട്ടോ. നമ്മുടെ VFAയ്ക്കും അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർക്കും വേണ്ടിയിട്ടൊക്കെയുള്ള ഹോട്ട് ടോപ്പിക്കുകൾ എന്നുള്ള ക്ലാസ്സുകളാണ് നമ്മളിന്ന് ഇവിടെ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് എനിക്കത് നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയിൽ കാണാവേ. താങ്ക് യു. പറഞ്ഞതുപോലെ ഒരു കാര്യം പറയാൻ മറന്നു. നമ്മുടെ VFA ഞാൻ പറഞ്ഞു സെപ്റ്റംബർ 19 ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാന്നറിയോ? നമ്മുടെ 10th പ്രിലിംസിന് ഇപ്പോൾ ആവാറായല്ലോ. 10th പ്രിലിംസിന് ഇപ്പോൾ ആവാറായി. ജൂലൈ 18 എക്സാം വരുന്നത്. അന്ന് തന്നെ 2 ഫേസ് ആയിട്ടാണ് എക്സാം നടക്കുന്നത്. രാവിലെ മുതൽ ഉച്ച വരെയും ഉച്ച മുതൽ വൈകുന്നേരം വരെയും അങ്ങനെയാണ് എക്സാം നടക്കാൻ പോകുന്നത്. ഈ 18 തീയതിക്ക് ശേഷം എന്ത് ചെയ്യുക? ഡെയിലി നമ്മൾ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഇനിയിപ്പോൾ പഠിച്ച് 10th പ്രിലിംസിന് അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മാത്സും ഇംഗ്ലീഷും മലയാളം നിങ്ങൾക്ക് ധൈര്യമായിട്ട് VFAയ്ക്ക് വേണ്ടിയിട്ട് നോക്കി തുടങ്ങാം കേട്ടോ. മാത്സിനാണെങ്കിൽ നമ്മുടെ ജെറിൻ സാറിൻ്റെ ക്ലാസ് ഫോളോ ചെയ്യുക. മലയാളത്തിനാണെങ്കിൽ ഞാൻ അന്നൊരു ചാനലിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സജിത PSC അങ്ങനെ എന്താണ്, നല്ല നല്ല അടിപൊളി 2 ക്ലാസ്സുകളാണ് കേട്ടോ. മലയാളത്തിനും മാത്സിനും വേണ്ടിയിട്ടുള്ള അത് 2 നല്ല ക്ലാസ്സുകളാണ്. ഞാനൊന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് അത് പറയാം കേട്ടോ, മലയാളത്തിൻ്റെ ക്ലാസ്. അപ്പോൾ അത് 2 പഠിക്കുക. മാക്സിമം PYQs വർക്കൗട്ട് ചെയ്യുക കേട്ടോ. മാത്സിനാണെങ്കിലും മലയാളത്തിനാണെങ്കിലും ഇംഗ്ലീഷിനാണെങ്കിലും PYQ തന്നെ മാക്സിമം വർക്കൗട്ട് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഈ 3 എണ്ണത്തിൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് കേട്ടോ ഈ 3 ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എന്ന് പറയുന്നത്. കാരണം ഇതിൽ ഡീപ്പായിട്ട് ചോദിക്കാനൊന്നുമില്ല. സ്ഥിരമായിട്ട് വരുന്നൊരു പാറ്റേൺ ആണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്കുകളുണ്ട്. അത് പഠിച്ചാൽ തന്നെ നമുക്ക് 10-ൽ 6 മാർക്കെങ്കിലും നമുക്ക് നേടാൻ വേണ്ടിയിട്ട് പറ്റും. മലയാളത്തിനാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും ഒക്കെ 10-ൽ 6 8 മാർക്കൊക്കെ നേടാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു ക്ലാസ്സിൽ കാണാവേ. താങ്ക് യു.